എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏഷ്യൻ പെയിന്റ്സിന്റെ അപ്പെക്സ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെയിന്റുകളിൽ ഒന്നാണ് ഏഷ്യൻ പെയിന്റ്സിന്റെ അപ്പെക്സ് എന്നത്. വീടിന്റെ പുറംഭാഗത്താണ് നമ്മൾ അപ്പെക്സ് കൊണ്ട് അടിക്കുന്നത്. ഉൾവശത്ത് അടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പെക്സ് പല നിറത്തിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ നിറം ഞങ്ങൾ എന്താക്കി തരും, പെയിന്റ് മിക്സ് ചെയ്ത് അപ്പെക്സിലാക്കി തരികയാണ് പ്രധാനമായും ചെയ്യുന്നത്. പിന്നെ സാധാ വൈറ്റ്, അപ്പെക്സ് വൈറ്റ് എന്ന് ഒരെണ്ണം വരുന്ന രീതിയിലുമുണ്ട്. അപ്പോൾ അത് ഏതെല്ലാം ബേസുകളിലാണ് നമ്മൾ കളർ അടിക്കുന്നത് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് അപ്പെക്സ്. അപ്പെക്സ് ഡസ്റ്റ് പ്രൂഫ് എന്നാണ് അപ്പെക്സിനെ ശരിക്കും അറിയപ്പെടുന്ന പേര്. ഇത് അപ്പെക്സ് വൈറ്റ് ആണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പെക്സ് വൈറ്റ്. ഏഷ്യൻ പെയിന്റ്സിന്റെ അപ്പെക്സ് വൈറ്റ് ആണ് ഇത്. അതുപോലെ അതിന്റെ ഫസ്റ്റ് ബേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാണ് AB2. അപ്പെക്സിന്റെ ഫസ്റ്റ് ബേസിന് നമ്മൾ പറയുന്നതാണ് AB2 ബേസ്. ലൈറ്റ് കളറുകളെല്ലാം നമുക്ക് ഈ ബേസിനകത്ത് അടിക്കാൻ സാധിക്കും. ഇനിയുള്ളത് AB6 ആണ്. അത് കുറച്ച് ഡാർക്ക് ബേസ് ആയിരിക്കും. അതായത് കുറച്ച് ഡാർക്ക് കളറുകൾ അപ്പെക്സിന്റെ AB6 ബേസിലാണ് നമ്മൾ ടിൻറ്റ് ചെയ്ത് കളറാക്കി കൊടുക്കുക. ഇതിനുള്ളിലെല്ലാം വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ മെഷീൻ ഉപയോഗിച്ച് ടിൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള രീതിയിലാക്കി തരികയാണ് പ്രധാനമായും ചെയ്യുക. അടുത്ത ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് AB11 ബേസ് ആണ് വരുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടെ ഡാർക്ക് ഗ്രേ കളറൊക്കെ നമ്മൾ വരുന്നത് AB11 ബേസിലാണ് വരുന്നത്. ഇത് AB12 ബേസ് ആണ്. ഇത് അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ഡാർക്കായി വരുന്ന കളറുകളാണ് AB12 ബേസിൽ അടിക്കുന്നത്. ഇത് AB11 ബേസ് ആണ്. AB11 അല്ല, AB17C ബേസ് ആണ്. AB17C ബേസ് ആണ് വരുന്നത്. ഇത് യെല്ലോ ബേസ് ആണ് വരുന്നത്. അതായത് നമുക്ക് കൂടുതൽ ഡാർക്കായി വരുന്ന, കൂടുതൽ ഗ്രീനിഷ് കളറിലേക്ക്, അതുപോലെ കൂടുതൽ യെല്ലോ കളറിലേക്കൊക്കെ വരുന്നതാണ് AB17C ബേസിൽ വരുന്നത്. ഇത് AB18 ബേസ് ആണ് വരുന്നത്. AB18C ബേസ്, അതായത് ഇതിന് പ്രധാനമായും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ബേസ് ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളർ ആയിരിക്കും. നിങ്ങൾ ബെഡ്റൂമിന്റെ വാളുകൾ, വാൾ, അതായത് ഒരു ഭിത്തിന്റെ ഒരു വാള് മാത്രമായി ചെയ്യാനൊക്കെ പല കുട്ടികൾക്കും അതുപോലെ പലർക്കും ഇഷ്ടപ്പെടുന്ന കളറുകൾ നമ്മൾ ഒരു വാളിന് ചെയ്യാനായി റെഡ് കളറൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ AB18C ബേസിലാണ് നമ്മൾ കളർ മിക്സ് ആക്കി തന്നയക്കുന്നത്. ഇത് AB21 ബേസ് ആണ്. ഒരു ഏകദേശം ഡാർക്ക് വരുന്ന എല്ലാ കളറുകളും പ്രധാനമായും ടിൻറ്റ് ചെയ്യുന്നത് AB21 ബേസിലാണ് വരുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ടിൻറ്റ് ചെയ്യേണ്ട, അതായത് നമ്മൾ ഇതിനൊക്കെ ഒരു ഫിക്സഡ് വിലയായിരിക്കും ഉണ്ടാവുക. അതിന്റെ കൂടെ നമ്മൾ എന്താക്കും, അഡീഷണൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കളറിന്റെ എമൗണ്ട് നമ്മൾ എന്താക്കുകയാണ്, അഡീഷണൽ ആയി വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അപ്പെക്സിനകത്ത് പ്രധാനമായും ഒരു എണ്ണം മിക്സിങ് ചെയ്യാത്ത വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കളർ ഉണ്ട്, അതാണ് അപ്പെക്സ് മെറൂൺ. അപ്പെക്സ് മെറൂൺ എന്ന് പറയുന്ന ഒരു കളറ്. ഇതിൻ്റെ ഉള്ളിൽ മെറൂൺ കളർ ആയിരിക്കും, വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പെക്സ് മെറൂൺ എന്ന ഒരു കളർ മാത്രമാണ് അപ്പെക്സിൽ റെഡി മിക്സിൽ വരുന്നത്. അപ്പെക്സ് മെറൂൺ എന്ന കളർ അടക്കം ഞാൻ കാണിച്ചു തരാം. കുറച്ച് കളറുകളുണ്ട്. ഇതാണ് നമ്മളുടെ പ്രധാനമായും അപ്പെക്സിന്റെ ഷെയ്ഡ് കാർഡ് എന്ന് വരുന്നത്. ഇതാ അപ്പെക്സ് ഏസ്, ഏഷ്യന്റെ അപ്പെക്സ് ഏസ് എന്ന രണ്ട് പ്രൊഡക്റ്റിന്റെയും ഷെയ്ഡ് കാർഡാണ് ഇത് വരുന്നത്. ഇതിനകത്ത് പ്രധാനമായും വരുന്നുണ്ട്. ഇതാണ് അപ്പെക്സിനകത്ത് ഇതാ മെറൂൺ എന്ന് പറയുന്ന കളർ. ലാസ്റ്റ് വരുന്ന മെറൂൺ ആണ്. ഇത് ഒരു ഫിക്സഡ് കളറാണ്, ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ റെഡി മിക്സ് നിങ്ങൾ പറഞ്ഞ അപ്പെക്സ് മെറൂൺ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്തു തരുന്നതാണ് ബോർഡറിന്, അതുപോലെ ഫൗണ്ടേഷന് ഒക്കെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. അതുപോലെ വാളിനും കൊണ്ടേ അടിക്കാം, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാണ് അപ്പെക്സിന്റെ ഷെയ്ഡ് കാർഡ്. ഞാൻ കുറച്ച് കളർ കോമ്പിനേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത് അപ്പെക്സിന്റെ കളർ കോമ്പിനേഷൻസ് ആണ്. അതായത് വീടിന് ഈ ചുമരിന് ഈ കളർ അടിക്കാം, അതുപോലെ അതിന്റെ ബോർഡറിന് ഈ കളർ അടിക്കാം. അതിന്റെ ഓരോ നമ്പറുകളും തന്നിട്ടുണ്ട്. അപ്പെക്സിന്റെ നമ്മുടെ ഷെയ്ഡ് കാർഡിന്റെ ഏഷ്യൻ പ്ലേറ്റ്ലെറ്റിലെ എല്ലാ നമ്പറുകളും 4 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അതൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മറ്റ് നമ്പറുകൾ, അത് 6, 8 നമ്പറുകളൊക്കെ ഉള്ളത് എന്തല്ല, ഏഷ്യന്റെ നമ്പറുകളല്ല. നമ്മളൊരു ഏഷ്യന്റെ ഡീലറാണ്, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഈ കളറുകൾ, ഈ ബോർഡറുകൾക്ക് എല്ലാം മാച്ച് വരുന്നതാണിത്. ഇത്രയധികം കളറുകളാണ് ഉള്ളത്. അപ്പെക്സിന്റെ ഷെയ്ഡ് കാർഡിൽ വരുന്ന കളറുകളാണ്. എല്ലാ കളറുകളും അടിക്കാം, എന്നാലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഷെയ്ഡ് കാർഡുകളിലുള്ള കളറുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിലിപ്പോൾ കമ്പനി പറയുന്ന വാറണ്ടി പറയുന്നുണ്ട്. 6 ഇയർ വാറണ്ടിയാണ് ഇതിന് കമ്പനി കൊടുക്കുന്നത്. 6 ഇയർ വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് പ്രൂഫ്
അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതാ വെതർ ഗാർഡ് ആണിത്. പിന്നെ അഡ്വാൻസ്ഡ് ആന്റി ഫംഗൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സലന്റ് ആന്റി ഫെയ്ഡ്, അതായത് ബാക്ടീരിയകൾ അതുപോലെയുള്ള പൂപ്പായികൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒന്നുവയും തന്നെ അങ്ങനെ അധികമായി പിടിക്കില്ല. 6 വർഷത്തെ വാറന്റിയാണ് പറയുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും തന്നെ കൊണ്ടുപോയി നല്ലൊരു മൂവിംഗ് ഉള്ള ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് അപ്പെക്സ് ഡസ്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇത് വൈറ്റ് കളറാണ്. ബാക്കിയുള്ള കളറുകളെല്ലാം നിങ്ങൾക്ക് നമ്മൾ ടിൻറ്റ് ചെയ്ത് ആണ് തരുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പെയിന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ പറഞ്ഞു തരും. എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ പെയിന്റിനെ കുറിച്ചും ഇനി ധാരാളം കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയായ ഞാൻ ഒരു പെയിന്റ് ഷോപ്പ് ഇത്രയും നല്ല രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ പെയിന്റിനെ കുറിച്ചും നമ്മൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ വീടിന് എന്തടിക്കണം, ഏതടിക്കണം, എങ്ങനെ അടിക്കണം, ഇതൊന്നും മറ്റുള്ളവർ പറയുന്ന പോലെ അല്ലല്ലോ ചെയ്യേണ്ടത്. അതിപ്പോൾ നമുക്ക് സ്വന്തമായി നമ്മൾ ബോധേഡ് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിൽ എന്ത് പെയിന്റ് അടിക്കണം, എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം എന്തായിരിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ എല്ലാം കാണുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും കൃത്യമായി ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും പറഞ്ഞും ഇനിയുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും.